ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് ടൈം വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാൻ മെയിൻ കാരണം ഇത് അത്രയും ഇഫക്റ്റീവായി തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇത് ഷെയർ ചെയ്യുന്നത് വെച്ചത്. വേറെ ഒന്നല്ല, ഒരു സ്കിൻ ബ്രൈറ്റനിങ് അല്ലെങ്കിൽ ഒരു സ്കിൻ ഗ്ലോ വീഡിയോ ആണത്. അപ്പോൾ ചെറിയൊരു ഫേസ് പാക്ക് ഞാൻ ട്രൈ ചെയ്തു. അത് അടിപൊളിയായിട്ട് തോന്നി. പിന്നെ എൻ്റെ ഒരു കസിൻസിനും ഞാൻ ചെയ്തായിരുന്നു, എൻ്റെ ചേച്ചിക്കും ഞാൻ ചെയ്തു കൊടുത്തായിരുന്നു. അപ്പോൾ അവർക്കും നല്ല എഫക്റ്റീവായിട്ട് തോന്നി. അപ്പോൾ അത് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോൾ ഇത് അത്രയും എഫക്റ്റീവായിട്ട് തോന്നിയോണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഷെയർ ചെയ്യാൻ വെച്ചത്. പിന്നെ ഇത് എൻ്റെ ഫസ്റ്റ് ടൈം വീഡിയോ ആയതുകൊണ്ട്, ഒരു ലോങ് വീഡിയോ ആയതുകൊണ്ട് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്നിരുന്നാലും നെക്സ്റ്റ് ടൈം ഞാനത് നല്ലതുപോലെ ചെയ്യാം. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഞാനൊരു ഫംഗ്ഷനിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, എന്തെങ്കിലും ക്യാമറ ഇഷ്യൂസോ ലൈറ്റിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. നെക്സ്റ്റ് ഞാൻ നല്ലതായിക്കോട്ടോ. അപ്പോൾ മെയിനായിട്ടൊരു ഡിസ്ക്ലെയിമർ പോലെ ഞാൻ പറയാം, ഇത് കറുത്തവരെ മോശമാക്കിയിട്ടോ അല്ലെങ്കിൽ വെളുത്തവരെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നല്ല ഞാൻ ചെയ്യുന്നത്. അങ്ങനെ കമൻസ് ഇടുന്നവരുണ്ടാവാം, ചിലപ്പോൾ വരും, അങ്ങനത്തെ കമൻറ്റ് വരും, ഡെഫിനറ്റ്ലി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുന്നേ പറയാൻ കേട്ടോ. അങ്ങനെയൊന്നും വിചാരിച്ച് ചെയ്യുന്നതല്ല. സ്കിൻ ബ്രൈറ്റ് തോന്നണം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ടാൻ അടിച്ചിരിക്കുകയാണ് അങ്ങനെയൊക്കെ തോന്നുന്നവർക്ക് മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്യാം. അത്രയും എഫക്റ്റീവ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇത് വീഡിയോ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ഡിഫറൻസ് തോന്നാം. പിന്നെ സൺലൈറ്റിൻ്റെ അതുപോലെ ലൈറ്റ്സിൻ്റെ ഒക്കെ ഇഷ്യൂസ് വീഡിയോയിൽ വരാം. ചെയ്തത് എൻ്റെ അമ്മ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നതല്ല കേട്ടോ, കറണ്ട് വീഡിയോ അല്ല, ഇതിന് ശേഷം ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇൻഗ്രീഡിയൻസൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. പിന്നെ അധികം ഇറിറ്റേഷൻസും സ്കിന്നിൽ ഇഷ്യൂസും ഉള്ളവരൊക്കെ പരമാവധി ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. ഇനി അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, ട്രൈ ഔട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല. എൻ്റെ സ്കിൻ അത്യാവശ്യം ഇഷ്യൂസ് ഉള്ളൊരു സ്കിന്നാണ്, സെൻസിറ്റീവ് സ്കിന്നാണ്. പക്ഷെ എനിക്കിത് ചെയ്തിട്ട് പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറയാൻ കാരണം. പിന്നെ 2 പേർക്ക് ചെയ്തു, ആ വീഡിയോ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. ഓക്കെ, അപ്പം നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കോഫി പൗഡർ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അവൈലബിൾ ഉള്ളത് നമ്മളത് ആഡ് ചെയ്യുന്നു. ഇനി തൈരാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യാനുസരണം എന്തോരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഞാൻ 2 ടീസ്പൂൺ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ടീസ്പൂൺ തൈരും നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞത് അരിപ്പൊടി ഏതായാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്കത് എത്രത്തോളം നിങ്ങൾക്കത് ക്വാണ്ടിറ്റി ആവശ്യമുണ്ടെന്നനുസരിച്ച് നിങ്ങൾ എടുക്കുക. അപ്പോൾ അരിപ്പൊടി ഞാൻ ഇട്ടു. അരിപ്പൊടി ഞാൻ 1.5 ടീസ്പൂൺ ഇടുന്നുണ്ട്, ഫുള്ള് ഇടുന്നില്ല, നിങ്ങളുടെ ഇതനുസരിച്ച് ചെയ്യുക. ഇനി അടുത്തത് മുട്ടയുടെ വെള്ളയാണ് കേട്ടോ. വെള്ളം മാത്രം നോക്കി ചെയ്യുക. അപ്പോൾ അതും കൂടിയും ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം എന്താ പറയുക ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്യാം. ഞാൻ അത്രയും വെള്ളം ആഡ് ചെയ്യുന്നില്ല, തിക്കായിട്ടിരിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഇതാ കണ്ടോ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യണ കാര്യങ്ങൾ കാണാം. ഇത് മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇനിയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വെറ്റ് സ്കിന്നിലാണ് ഇത് ടിഷ്യൂ വെച്ച് അബ്സോർബ് ചെയ്യേണ്ടത്. ഞാനപ്പോൾ വെള്ളം നനച്ച് ചെയ്യുന്നില്ല, ഈ പാക്ക് തന്നെ നേരിട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ ഒന്നുകൂടെ ഒരു ഗ്ലോ തരുമല്ലോ. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ലെയർ ടിഷ്യൂസ് വെക്കുന്നത്. അപ്പോൾ 20 മിനിറ്റ്സ് നിങ്ങൾ വെക്കണം കേട്ടോ. 2 ലെയറായിട്ട് ഞാൻ വെച്ച് അതിന് മുകളിൽ വീണ്ടും പാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം.
ഇതാ കണ്ടില്ലേ, ഞാനെല്ലാം പീൽ ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പോവാത്തത് നമുക്ക് ഫേസ് വാഷ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പോയിക്കോളും. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ്. അപ്പോൾ സച്ച് ആൻ എഫക്റ്റീവ് ആൻഡ് പ്രിറ്റി ഫേസ് പാക്കാണ് കേട്ടോ ഇത്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ്. നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, എന്നിട്ട് അതിൻ്റെ കമൻസ് പറയേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.